പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ഇന്ന് ജനുവരി 9 വെള്ളി. 2 ശമൂവേൽ 6:14. ദാവീദ് പഞ്ഞി നൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുൻപാകെ നൃത്തം ചെയ്തു. ഈ പ്രഭാതത്തിൽ ദൈവവചനം നമ്മെ ഒരു അപൂർവ ദൃശ്യം കാണിക്കുകയാണ്. ഒരു രാജാവ് സിംഹാസനത്തിലല്ല, ഒരു യോദ്ധാവ് യുദ്ധഭൂമിയിലല്ല, പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നൃത്തം ചെയ്യുന്ന ഒരു ആരാധകനായിത്തീരുന്നു. ദാവീദ് യഹോവയുടെ സന്നിധിയിൽ നൃത്തം ചെയ്തു. ഇതൊരു വിനോദ നൃത്തമല്ല, ഇതൊരു പ്രകടനമല്ല, ഇതൊരാത്മീയ അനുഭൂതിയാണ്. ദൈവ സാന്നിധ്യത്തിൽ അടക്കി വെക്കാനാകാത്ത സന്തോഷത്തിൻ്റെ ഒരു പ്രതീകമാണ്. പശ്ചാത്തലം, നിയമപെട്ടകം ദാവീദിന്റെ നഗരത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇത് ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. ദൈവം മധ്യത്തിൽ വന്നപ്പോൾ ദാവീദ് രാജകീയ ഗൗരവം ഉപേക്ഷിച്ചു, ആരാധകന്റെ ലാളിത്യം സ്വീകരിച്ചു, കിരീടം മാറ്റി ഹൃദയം തുറന്നു. ദൈവസന്നിധിയിലെത്തുമ്പോൾ നമുക്കെന്തു മാറ്റമുണ്ടാകുന്നു? പദവി മാറുന്നുണ്ടോ? ഗൗരവം ഉരുകുന്നുണ്ടോ? ഹൃദയം നൃത്തം ചെയ്യാൻ തുടങ്ങുന്നുണ്ടോ? വചനം പറയുന്നു, സർവശക്തിയോടുകൂടെ. ഇത് ജീവനുള്ള ആരാധനയെന്ന് നമുക്ക് വെളിപ്പെടുത്തുവാൻ സാധിക്കും. ഹൃദയം മുഴുവൻ, ശരീരം മുഴുവൻ, ആത്മാവ് മുഴുവൻ ആരാധന ശരിയായാൽ ആത്മാവ് സ്വതന്ത്രമാകും. ദാവീദ് രാജവസ്ത്രം ധരിച്ചില്ല. അവൻ ധരിച്ചത് ഏഫോദ് എന്ന വസ്ത്രം. ഇത് പൗരോഹിത്യത്തിൻ്റെ, വിനയത്തിൻ്റെ, ദൈവസന്നിധിയിലെ സേവകന്റെ വസ്ത്രം. അപ്പോൾ ദൈവസന്നിധിയിൽ രാജാവും ദാസനാകുന്നു, മഹത്തായവനും ചെറുതാകുന്നു എന്ന സന്ദേശം നമുക്ക് ലഭിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ താഴ്ന്നവനെയാണ് ദൈവം ഉയർത്തുന്നത്. അപ്പോൾ വിനയം ആരാധനയുടെ സുഗന്ധം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മനുഷ്യനെ ഭയമില്ലാതെ ദാവീദ് ആരാധന നടത്തി. എന്നാൽ രാജ്ഞി മീഖൾ ദാവീദിനെ പരിഹസിച്ചു. ജനങ്ങളുടെ മുമ്പിൽ അവൻ ലജ്ജിക്കപ്പെട്ടു എന്ന് പറയുന്നു. പക്ഷെ ദാവീദ് മറുപടി പറയുകയാണ്, ഞാൻ യഹോവയുടെ മുൻപാകെ തന്നെയാണ് ഇത് ചെയ്തത്. മനുഷ്യരുടെ അഭിപ്രായമല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് പ്രാധാന്യമേറിയത്. ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ആരാധന മറ്റു ചിലരെ അസ്വസ്ഥരാക്കാം. ലോകം പലപ്പോഴും പരിഹസിച്ചേക്കാം. എങ്കിലും ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുന്നതിനാൽ ഏറ്റവും നന്നായി നിർവഹിക്കുക. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവം ചോദിക്കുന്നു, നമ്മുടെ ആരാധന ജീവനുള്ളതാണോ? നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ സ്വതന്ത്രമാണോ? നമ്മുടെ പ്രാർത്ഥനകൾ സന്തോഷത്തോടെയാണോ? പ്രശ്നങ്ങൾ മാറിയില്ലെങ്കിലും, സാഹചര്യങ്ങൾ മാറിയില്ലെങ്കിലും ദൈവസന്നിധിയിൽ വന്നാൽ ഹൃദയം നൃത്തം ചെയ്യും. നമ്മുടെ ആരാധന പൂർണ്ണ ഹൃദയത്തോടെ, സന്തോഷത്തോടെ, വിനയത്തോടെ ആയിരിക്കണം. അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ വരുന്നു. ഭയം മാറ്റി വിനയത്തിൻ്റെ ഏഫോദ് ധരിച്ച് സർവശക്തിയോട് നിന്നെ ആരാധിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ, ദൈനംദിന ജീവിതത്തിൽ ദാവീദിനെ പോലെ സന്തോഷിക്കുന്ന ആരാധന ഞങ്ങൾക്ക് നടത്തുവാൻ ഇടയാക്കി തീർക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.